ഇറാൻ യുദ്ധം അന്തമില്ലാതെ തുടരുന്നതിനിടെ ഇറാന് പിന്നാലെ അമേരിക്കയും തന്ത്രം മാറ്റുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് കാലാവധി തീരും വരെ യുദ്ധം തുടരാനാണ് തീരുമാനമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അമേരിക്കയും യുദ്ധമുഖത്തെ കളം മാറ്റി ചവിട്ടുന്നു. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നത് ഇപ്പോൾ തങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം മാത്രമാണ് എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നു. ഒന്നാമത്തെ ലക്ഷ്യം കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുക എന്നതാണ് എന്നും. യുദ്ധം തുടങ്ങിയ ശേഷം ഉരുത്തിരിഞ്ഞ പ്രതിസന്ധിയാണ് ഹോർമുസ് അടച്ചിടലും എണ്ണയുടെയും വാതകങ്ങളുടെയും ക്ഷാമവും. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ സൈന്യത്തിനാണ് എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അതിനിടയിലാണ് എണ്ണ വിതരണത്തിൽ തടസ്സങ്ങൾ തുടരുന്നു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന പ്രതികരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അമേരിക്കക്കാർക്ക് കുറഞ്ഞ വിലയിൽ പെട്രോൾ ലഭ്യമാക്കുക എന്നതിനാണ് മുൻഗണന. ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുക എന്നത് രണ്ടാമത്തെ മുൻഗണനയാണ്. പക്ഷേ ഇത് രണ്ടും നടപ്പാക്കാനാകുമെന്ന് ഉറപ്പുണ്ട് എന്നും വാൻസ് പറയുന്നു. അമേരിക്കക്കാർക്ക് എണ്ണയുടെയും വാതകത്തിന്റെയും വില താങ്ങാൻ കഴിയണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് മുൻഗണനകൾ മാറ്റുന്നത് എന്നും വാൻസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ശരി, ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ എത്താതിരിക്കുക എന്നത് മാത്രമാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങിയതിന്റെ പ്രധാന ഉദ്ദേശമെന്നാണ് ട്രംപ് നേരത്തെ ആവർത്തിച്ചു പറഞ്ഞിരുന്നത്. യുദ്ധത്തിൽ ഹോർമുസ് പ്രധാന ആയുധമായി ഇറാൻ ഉപയോഗിച്ചതോടെയാണ് US-ന് ചുവട് മാറ്റേണ്ടി വന്നത്. അമേരിക്ക കൂടുതൽ ശക്തമായ നിലയിലായിരിക്കും യുദ്ധം അവസാനിക്കുക എന്നുകൂടി വാൻസ് പറയുന്നുണ്ട്. അതേസമയം ഇറാൻ യുദ്ധത്തിൽ കൂടുതൽ നഷ്ടം ആർക്ക് എന്ന ചർച്ചകൾക്കിടെ അമേരിക്കയുടെ നഷ്ടത്തിന്റെ പുതിയൊരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് $130 കോടി നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായി എന്നാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ വിലയുള്ള MQ-9 റീപ്പർ സർവൈലൻസ് ആൻഡ് സ്ട്രൈക്ക് ഡ്രോണുകൾ നഷ്ടമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയ്ക്ക് നഷ്ടമായത് 45 എണ്ണമാണ്. ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ കൈവശമുള്ള MQ-9 ശ്രേണിയുടെ 4/1 വരും. അമേരിക്കൻ ഖജനാവിന് $130 കോടി നഷ്ടമെന്ന് ദി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ എല്ലാ ഡ്രോണുകളും ഇറാന്റെ വെടിയേറ്റല്ല തകർന്നത്. ചിലതൊക്കെ ഡ്രോണുകൾ നിയന്ത്രിച്ചവരും ഡ്രോണുകളും തമ്മിലുണ്ടായ ആശയവിനിമയത്തിലെ അപാകതയെ തുടർന്ന് തകർന്നു വീണതാണ് എന്നും പത്രത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനുമായി യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ഏകദേശം 185 MQ-9 റീപ്പർ ഡ്രോണുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 165 എണ്ണം എയർഫോഴ്സിന്റെയും 20 എണ്ണം മറൈൻ കോറിന്റെയും കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ മറൈൻ കോറിന്റെ കൈവശമുള്ള റീപ്പറുകൾ ഒന്നും നഷ്ടമായിട്ടില്ല എന്നാണ് വിവരം. നിരീക്ഷണത്തിനും കൃത്യതയാർന്ന ആക്രമണത്തിനും ഉപയോഗിക്കുന്ന MQ-9 റീപ്പറുകളുടെ നിർമ്മാതാക്കൾ ജനറൽ അറ്റോമിക്സ് ആണ്. 2007-ൽ US സൈന്യത്തിന്റെ ഭാഗമായ ഇവ മിഡിൽ ഈസ്റ്റിലെയും അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ ഇടങ്ങളിലെയും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും സംഘർഷ മേഖലയിലുമാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. ശേഷിയനുസരിച്ച് 3 കോടി മുതൽ 5 കോടി രൂപ വരെയാണ് ഒരു റീപ്പറിന്റെ വില. പ്രത്യേക ഉപകരണങ്ങളുടെ വ്യത്യാസം കാരണം ചിലവയ്ക്ക് ഇതിലും കുറഞ്ഞ വിലയായിരിക്കും. കൂടുതൽ സമയം തുടർച്ചയായി പറക്കാനുള്ള ശേഷിയും 1700 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള ശേഷിയുമുള്ള ഈ സംവിധാനം ശത്രു ലക്ഷ്യങ്ങൾക്ക് മാരകമായ ഭീഷണി ഉയർത്തുന്നതാണ്. ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ചാണ് പല MQ-9 റീപ്പറുകളും വെടിവെച്ച് വീഴ്ത്തപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാൻ US പ്രതിരോധ വകുപ്പ് വിസമ്മതിച്ചു. ജൂലൈയിൽ ഇറാൻ ഏകദേശം 30 റീപ്പർ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഒരു US പ്രതിരോധ ഉദ്യോഗസ്ഥൻ സമ്മതിച്ചതാണ്. ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ പലതവണ റീപ്പർ ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി ഇറാനും അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ അമേരിക്ക റീപ്പർ ഡ്രോണുകളെ വൻതോതിൽ ആശ്രയിച്ചതാണ്. ആ സംഘർഷവേളയിൽ റീപ്പർ ഡ്രോണുകൾ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചവയാണ് എന്നും നിരവധി ആക്രമണങ്ങളിൽ അവ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ കെന്നത്ത് S. വിൽസ്ബാക്ക് പറഞ്ഞതാണ്. അമേരിക്കയുടെ കൈവശമുള്ള റീപ്പർ ഡ്രോണുകളുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഡ്രോണുകൾ എല്ലാ മേഖലയിലും എത്തിക്കുന്നതിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തു വന്നതാണ്. അതിനിടയിൽ റീപ്പർ ഡ്രോണുകളുടെ എണ്ണത്തിൽ 25% കുറവ് വന്നു എന്ന വാർത്ത കൂടി വരികയാണ്. പെന്റഗണിലെ മുതിർന്ന വ്യോമസേനാ ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ ഡേവിഡ് ടാബർ മെയ് മാസത്തിൽ അമേരിക്കൻ സെനറ്റിനെ അറിയിച്ചത് ഡ്രോണുകളുടെ എണ്ണം ഏകദേശം 135ലേക്ക് കുറഞ്ഞുവെന്നാണ്. ഡ്രോണുകൾക്കുണ്ടായ നഷ്ടത്തിൽ ആശങ്കയുണ്ട് എന്നും
അവയുടെ ശേഖരം എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ വ്യോമസേന പരിശോധിച്ചു വരികയാണ് എന്നും അന്ന് ജനറൽ ഡേവിഡ് ടാബർ വ്യക്തമാക്കിയിരുന്നു. യുഎസിലെ ആയുധശേഖരത്തിലുണ്ടായ കുറവിനെ ചൊല്ലി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം അതൃപ്തി പ്രകടിപ്പിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു മന്ത്രിസഭാ യോഗത്തിനിടെയാണ് അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചത്. അമേരിക്കയുടെ പക്കൽ വമ്പിച്ച അളവിൽ ആയുധശേഖരമുണ്ട് എന്ന് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചുകൊണ്ട് ക്ഷാമം ഉണ്ടെന്ന വാദത്തെ ട്രംപ് പരസ്യമായി നിഷേധിച്ചിരുന്നു. പ്രതിരോധ വകുപ്പ് മേധാവി പീറ്റ് ഹെക്സത്തിനെ വിമർശിച്ചു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും വൈറ്റ് ഹൗസ് ആ വാദം തള്ളിക്കളഞ്ഞു. പരസ്യമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും ആയുധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പ്രതിരോധ വ്യവസായ രംഗത്തെ പ്രമുഖരോട് പ്രതിരോധ വകുപ്പ് അടുത്തിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്ഷാമത്തെക്കുറിച്ചുള്ള മിക്ക റിപ്പോർട്ടുകളും മിസൈലുകളെ കേന്ദ്രീകരിച്ചുള്ളതാണ് എങ്കിലും ഡ്രോണുകളുടെ ക്ഷാമം വലിയൊരു വെല്ലുവിളിയായി മാറിയേക്കാം. ഇറാനുമായുള്ള സംഘർഷം പൂർണ്ണ തോതിലേക്ക് തിരികെ കൊണ്ടുവരണോ അതോ ശത്രുത അവസാനിപ്പിക്കാൻ ശ്രമിക്കണോ എന്ന് വൈറ്റ് ഹൗസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡ്രോണുകളുടെ കുറവ് അമേരിക്കൻ നിരീക്ഷണ സംവിധാനത്തെ ദുർബലമാക്കും. ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ ഡ്രോണുകൾക്ക് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് ആളില്ല യുദ്ധശേഷി വിപുലീകരിക്കാൻ വാഷിംഗ്ടൺ തീരുമാനിച്ചത്. ഇറാൻ യുദ്ധച്ചെലവുകൾ വഹിക്കുന്നതിനും തീർന്നുപോയ സൈനിക വിഭവങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമായി $6,700 കോടി അതായത് $67 ബില്യൺ ധനസഹായ പാക്കേജ് അനുവദിക്കണമെന്ന് ട്രംപ് ഭരണകൂടം കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അധിക ഫണ്ട് ലഭിച്ചില്ല എങ്കിൽ സൈനിക പരിശീലനം വെട്ടിക്കുറയ്ക്കാൻ പെന്റഗൺ നിർബന്ധിതരായേക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ജൂലൈയിൽ സെനറ്റർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടയിൽ റീപ്പർ ഡ്രോണുകൾ നഷ്ടപ്പെട്ടു എന്ന വാർത്ത ഇന്ത്യയെയും ബാധിക്കുന്ന വിഷയമാണ്. സായുധ സേനയ്ക്കായി 31 MQ-9 റീപ്പർ ഡ്രോണുകൾ വാങ്ങുന്നതിനായി 2024 ഇന്ത്യ അമേരിക്കയുമായി കരാർ ഒപ്പുവെച്ചിരുന്നു. 2029 ഇവയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എത്ര റീപ്പർ ഡ്രോണുകൾ ഇന്ത്യക്ക് ലഭിക്കുമെന്നും എപ്പോൾ ലഭിക്കുമെന്നും ഉറപ്പില്ല. അതിനിടയിൽ പശ്ചിമേഷ്യയിൽ ഡ്രോൺ യുദ്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ് അമേരിക്ക. ടാസ്ക് ഫോഴ്സ് ഫാൽക്കൺ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. അമേരിക്കയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര മൾട്ടി ഡൊമൈൻ ആക്രമണ ഡ്രോൺ ടാസ്ക് ഫോഴ്സാണ് ടാസ്ക് ഫോഴ്സ് ഫാൽക്കൺ സ്ട്രൈക്ക്. ആകാശം, കര, സമുദ്രം എന്നീ മേഖലകളിൽ കടലിന് മുകളിലും ഉപരിതലത്തിലും അടിത്തട്ടിലും പ്രവർത്തിക്കുന്ന ഏകദിശ ആക്രമണ ഡ്രോണുകൾ അതായത് വൺ വേ അറ്റാക്ക് ഡ്രോൺസ് വിന്യസിക്കുന്നതിനായി അമേരിക്കയെയും പ്രാദേശിക സൈനിക പങ്കാളികളെയും ഈ യൂണിറ്റ് ഏകോപിപ്പിക്കും. 9 മാസം മുൻപ് ടാസ്ക് ഫോഴ്സ് സ്കോർപിയൻ സ്ട്രൈക്ക് സൃഷ്ടിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഫാൽക്കൺ സ്ട്രൈക്ക് രൂപീകരിച്ചത്. മേഖലയിലെ പങ്കാളിത്ത രാജ്യങ്ങളുമായി സെൻകോം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ടാസ്ക് ഫോഴ്സിൽ ചേരാൻ അവരെ ഔദ്യോഗികമായി ക്ഷണിക്കാനും പദ്ധതിയുണ്ട്. വിവിധ രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാകുന്നതോടെ മിഡിൽ ഈസ്റ്റിലുടനീളം ആക്രമണശേഷിയുള്ള ഡ്രോണുകളുടെ ഉപയോഗം വിപുലീകരിക്കാനും അവയെ പരസ്പരം ഏകോപിപ്പിക്കാനും ഫാൽക്കൺ സ്ട്രൈക്ക് ലക്ഷ്യമിടുന്നതായി കമാൻഡ് അറിയിക്കുന്നു. എങ്കിലും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പേരുകൾ അമേരിക്ക പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. സൗദി അറേബ്യ, UAE, ജോർദാൻ, ബഹ്റൈൻ, ഖത്തർ എന്നിവയുൾപ്പെടെ ഗൾഫ് മേഖലയിലെ അവരുടെ സഖ്യരാജ്യങ്ങളൊന്നും ഈ ദൗത്യസേനയിലുള്ള തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടില്ല. റഷ്യക്കെതിരായ ഉക്രൈൻ പോരാട്ടത്തിൽ യുദ്ധകളത്തിലെ സാഹചര്യങ്ങൾ മാറിയത് അമേരിക്ക നിരീക്ഷിച്ചു. അതിനുശേഷം ഇറാനുമായുള്ള സംഘർഷത്തിനിടയിൽ ഡ്രോൺ വികസനവും നിർമ്മാണവും വർദ്ധിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചു വരികയാണ്. ഉക്രൈനിലെ നഗരങ്ങൾ ആക്രമിക്കാൻ റഷ്യ ഉപയോഗിച്ചത് ഷാഹെഡ് ഡ്രോണുകളാണ്. അതേ തരത്തിലുള്ള ഇറാൻ രൂപകൽപ്പന ചെയ്ത ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അമേരിക്കയെയും സഖ്യകക്ഷികളെ സഹായിക്കാൻ ഉക്രൈൻ ഇന്റർസെപ്റ്ററുകളെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. സൈനിക സാങ്കേതികവിദ്യ കയറ്റുമതി ചെയ്യാനും അമേരിക്കൻ കമ്പനികളുമായി ചേർന്ന് സംയുക്ത സംരംഭങ്ങളിലൂടെ ഡ്രോണുകൾ നിർമ്മിക്കാനും അനുവദിക്കുന്ന ഒരു ധാരണാപത്രത്തിൽ മെയ് മാസത്തിൽ ഉക്രൈനും അമേരിക്കയും ഒപ്പുവെച്ചിട്ടുണ്ട്.